So welcome to the part 2 of the video series High Income Jobs and Careers in 2030 to 2035. ഇനി നിങ്ങൾ പാർട്ട് 1 വാച്ച് ചെയ്യാതാണ് പാർട്ട് 2ലേക്ക് വരുന്നെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ പാർട്ട് 1 എന്നിട്ട് മാത്രം പാർട്ട് 2 വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബൈ ദ വേ, ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം വിസിറ്റർ ടു ദിസ് ചാനൽ, ഐ എം അഭിൻ. ഐ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു മേക്ക് വൈസർ ആൻഡ് സ്മാർട്ടർ സ്റ്റഡി അബ്രോഡ് ഡിസിഷൻസ്. ആറാമത്തെ ഈ ലിസ്റ്റിൽ വരുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ് ആണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം റോബോട്ട്സ് ഓൾറെഡി പല രീതിയിലുള്ള ജോബ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു വെപ്പ്. ബട്ട് ഇൻ റിയാലിറ്റി 85 മില്യൺ ജോബ്സ് റോബോട്ട് കൊണ്ടുപോകുമെങ്കിലും ഈ റോബോട്ട്സ് ആൻഡ് ഓട്ടോമേഷൻ വരുന്നത് വഴി ഏകദേശം 97 മില്യൺ പുതിയ ജോബ്സാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ റോബോട്ടിക്സ് അല്ലെ ഓട്ടോമേഷൻ്റെ ഭാഗത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഫീൽഡാണ്. അറ്റ് ദ സെയിം ടൈം നല്ല ഹയർ ഏണിംഗ് പൊട്ടൻഷ്യലും ഉണ്ട്. നിലവിൽ റോബോട്ട്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫാക്ടറീസിലൊക്കെയാണ്. ഇനിയിപ്പോൾ വെയർ ഹൗസസിൽ, എന്തിനു പറയുന്നു, ഹോസ്പിറ്റൽസിലിപ്പോൾ ഓൾറെഡി തന്നെ റോബോട്ടിക് സർജറി നടക്കുന്നുണ്ട്. പക്ഷേ റോബോട്ട്സ് ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ ഇൻവോൾവ് ചെയ്യുന്നൊരു വേൾഡിലേക്കാണ് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ വീടുകളിൽ പോലും റോബോട്ട്സ് ഇനിയിപ്പോൾ ഒരു മെയിൻ സാന്നിധ്യമാകാൻ പോകുന്നൊരു വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അത് അതിൻ്റെ ഒരു മിനി വേർഷനാണ്. ബട്ട് മൂവിങ് എഹെഡ് ഒരു 5 to 10 years കൊണ്ട് ഇത് എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. റോബോട്ട്സ് ആൻഡ് ഓട്ടോമേഷൻ വേൾഡിനെ തന്നെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. 7th in the list is digital creators and metaverse designers. നമുക്കറിയാം, നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു 30 വരെയുള്ളവർ ഓൾമോസ്റ്റ് ഒരു ഡേയുടെ പ്രത്യേകിച്ച് പഠിക്കാനില്ലെങ്കിൽ അല്ലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഇല്ല എങ്കിൽ ലെഷർ ടൈം കൂടുതലും ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു 30 to 40 ഏജ് ഉള്ളവരാണെങ്കിൽ മേ ബി ഒരു 3 hours ഒക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അത് പുതിയ യങ് ജനറേഷൻ ഓൾമോസ്റ്റ് ഒരു 100% ഡിജിറ്റലി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വേൾഡിലാണ് വരുന്നത്. സോ ഇവരെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ആണ് ഈ പറഞ്ഞ ഡിസൈനേഴ്സിൻ്റെയും ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിൻ്റെയും ലക്ഷ്യം തന്നെ. സോ ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ പ്ലസ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിങ്, മോഷൻ ഗ്രാഫിക്സ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി തുടങ്ങിയതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. സോ നമ്മൾ ഇപ്പം തന്നെ ഇത്രയും ഒരു ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ വരുന്നൊരു 5 to 10 years ഇത് എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അത്രയും കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും വേണം. സോ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും ഇതൊരു ഒന്നൊന്നര ഓപ്പർച്യൂണിറ്റിയാണ് മൂവിങ് ഡിജിറ്റൽ. 8th in the list is ഡാറ്റാ സയൻറ്റിസ്റ്റ്. ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഓരോ വ്യക്തികളും ഒരു സെക്കൻഡിൽ 1.7 MB ഡാറ്റ കൺസ്യൂം ചെയ്യുമെന്നുള്ളതാണ്. സോ അത്രയും ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം ഇറ്റ് ഈസ് ജൈജാൻറ്റിക്, ഹ്യൂജ് എന്നൊന്നും പറയാൻ പോലും. സോ ഇപ്പോൾ തന്നെ നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാറ്റാ സയൻറ്റിസ്റ്റിന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനീസിൽ ഓവർ ഒരു $2 lakh per annum സാലറീസ് ഉണ്ട്. സോ മൂവിങ് ഡൗൺ ദ ലൈൻ നമ്മൾ ഡേറ്റ വെച്ചുള്ളൊരു വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനീസ് പോലും ഡിസിഷൻ എടുക്കുന്നത് ഡേറ്റ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം എല്ലാ കമ്പനീസിനും ഡേറ്റ ഉണ്ടാവും. ഇപ്പം ഒരു പർട്ടിക്കുലർ ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ആമസോണിൻ്റെ ഡേറ്റ ഉണ്ടാവും, ഫ്ലിപ്കാർട്ടിൻ്റെ ഡേറ്റ ഉണ്ടാവും. അതായത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അത് ഏതൊക്കെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ്, ഏതൊക്കെ ബ്രാൻഡ്സ് ആണ്, ഇനി ഒരു ദിവസത്തിൻ്റെ ഏത് ടൈമിലാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് തുടങ്ങിയ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റാസ് എവിടെയുണ്ടാവും. ആ ഡേറ്റ വെച്ച് വർക്ക് ചെയ്യുന്നവരാണ് ഡേറ്റാ സയൻറ്റിസ്റ്റ് അല്ലെ അതിൻ്റെ കൺസൾട്ടൻസ് അല്ലെ ഡേറ്റാ എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ വെച്ച് ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് അത് തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഈ ഡേറ്റ ഫീൽഡിൽ. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് അത് ഓൾറെഡി തന്നെ അതിൻ്റെ ബെസ്റ്റ് ഫേസിലാണ് നിൽക്കുന്നത്. നൗ ദിസ് ഈസ് ഗോയിങ് ടു ബിക്കം ഹ്യൂജ്. സോ അതും നല്ലൊരു ഫീൽഡാണ് ഫോർ ദ ആസ്പയറിംഗ്. 9th in the list is renewable energy. നിലവിൽ ഗ്ലോബലി തന്നെ
ഫോസിൽ ഫ്യൂവലിൽ നിന്ന് റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫോസിൽ ഫ്യൂവൽസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ പ്ലസ് ഫോസിൽ ഫ്യൂവൽസിന് ഒരു പരിധിയുണ്ട്. ഫോസിൽ ഫ്യൂവൽ മീൻസ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയവ. അപ്പം അതിനൊരു പരിധിയുണ്ട്, അതിൻ്റെ ലിമിറ്റ്സും തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സോളാർ, വിൻഡ് എനർജി അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ തന്നെ ബാറ്ററി ചാർജ് ചെയ്ത് അതുകൊണ്ട് ഓടുന്ന സിസ്റ്റം വരെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. സോ എല്ലാ കൺട്രിയും ഹ്യൂജ് ആയിട്ട് തന്നെയാണ് ഈ റിന്യൂവബിൾ എനർജി, അതായത് അറ്റ്മോസ്ഫിയറിന് അതുകൊണ്ടൊരു ദോഷമില്ലാത്ത രീതിയിൽ എന്നാൽ ചീപ്പറായിട്ട് കിട്ടുന്ന സോഴ്സിലേക്ക് എല്ലാ കൺട്രീസും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകം നമ്മുടെ ഇന്ത്യയുടെ ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യയുടെ ഓൾമോസ്റ്റ് ഒരു നല്ല ശതമാനവും എനർജി റിക്വയർമെൻറ്റ് ബൈ 2050 റിന്യൂവബിൾ എനർജി കൊണ്ടാകുവാനാണ് ട്രൈ ചെയ്യുന്നത്. ഇന്ത്യ മാത്രമല്ല, വേൾഡിലെ ഗ്ലോബൽ കൺട്രീസ് എല്ലാത്തിൻ്റെയും ഒരു മേജർ ഗോൾസ് അതുതന്നെയാണ്. സോ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് പ്രീമിയം ലെവലിലുള്ള കൺട്രീസ് നോക്കുകയാണ്. ഇപ്പോൾ സ്വീഡൻ്റെയൊക്കെ 2040 ഗോൾ തന്നെ വരുന്നത് 100% ഈ പറഞ്ഞ റിന്യൂവബിൾ എനർജി കൊണ്ട് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ റിന്യൂവബിൾ എനർജി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ടതാണ് സസ്റ്റൈനബിലിറ്റി. കാരണം സസ്റ്റൈനബിലിറ്റി എല്ലാ ഫീൽഡിലും വേണ്ട ഒരു കാര്യമാണ്. സോ അതും വളരെ വലിയൊരു ഫീൽഡാണ് ഫോർ ദ ആസ്പയറൻറ്റ്. 10th ഇൻ ദ ലിസ്റ്റ് ഈസ് ഹെൽത്ത് കെയർ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് ലോകത്തിന്നും റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ് ക്യാൻസർ പോലുള്ള ഡെഡ്ലി ഡിസീസസ്. സോ ആ ഡിസീസിനൊക്കെ R&D കൊണ്ട് മരുന്ന് അല്ലെ ട്രീറ്റ്മെൻറ്റിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം വരുന്നത്. അറ്റ് ദ സെയിം ടൈം വേൾഡിൻ്റെ പോപ്പുലേഷൻ ഇത്രയും കൂടിക്കൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഓൺ ദി അതർ സൈഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ എണ്ണവും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടിയേ പറ്റുള്ളൂ. ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടേഴ്സ് മാത്രമല്ല, അലൈഡ് ഹെൽത്ത് നഴ്സസ്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, ഒപ്തൽമോളജി, ഡെൻറ്റിസ്റ്റ് തുടങ്ങിയ ഹെൽത്ത് കെയർ റിലേറ്റഡിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഫീൽഡിലും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. സോ മൂവിങ് ടു ദ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റ്, അഗെയിൻ മനുഷ്യൻ്റെ ലോഞ്ചിവിറ്റി ആണെങ്കിലും എങ്ങനെ കൂട്ടാം, അതുപോലെ തന്നെ വെൽനസ് റിലേറ്റഡ് ആണെങ്കിലും നിരവധി സ്റ്റഡീസ് നടക്കുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നുകിൽ ഈ റിസർച്ചിൻ്റെ ഭാഗമാകാം, ഓർ എൽസ് ഈ റിസർച്ച് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സിൽ നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇൻ എനി വേ ഹെൽത്ത് കെയർ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് എ ഗോൾഡ് മൈൻ. നെക്സ്റ്റ് ഈസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആൻഡ് ബ്ലോക്ക് ചെയിൻ. AI പോലെ തന്നെ ഇൻഫാക്റ്റ് AI വരെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പവർഫുൾ ആയിട്ടൊരു വിഭാഗമാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സ്പീഡാണ് അവിടെ എല്ലാം തന്നെ. സോ അത് ഡ്രഗ് ഫീൽഡിലും ഫിനാൻസ് ഫീൽഡിലും എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട നല്ല ഫീൽഡ്സിലെല്ലാം തന്നെ നല്ല ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സോ അതും നല്ലൊരു ഫീൽഡാണ്. ഇനി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ഈ ബ്ലോക്ക് ചെയിൻ. സോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇത്രയും നടക്കുന്ന ഒരു ഫീൽഡിൽ, പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്ന ഒരു വേൾഡിൽ ബ്ലോക്ക് ചെയിൻ ആയിരിക്കും ഇതിനുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ബോണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിനുള്ള സാലറീസ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന അപ് ടു ഒരു $4 lakh per annum. സോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു വേൾഡിൽ സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ലെവലിലുള്ള ഒരു കരിയർ ഗ്രോത്ത് പ്ലസ് സാലറീസാണ്. സോ ആ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കും ഇപ്പോഴേ തന്നെ അത് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ പ്രിപ്പയർ ചെയ്താലേ 2030 or 35 ആകുമ്പോൾ ആ ലെവലിൽ എത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ലിസ്റ്റിൽ പ്രസൻറ്റ് ആസ് വെൽ ആസ് 2030 to 35 ഇനി അതിന് അപ്പുറത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ജോലി സാധ്യത അറ്റ് ദ സെയിം ടൈം ഹൈ ഇൻകം ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളൊരു മേഖലയാണ് ബിസിനസ് അനലിറ്റിക്സ് അഥവാ ബിസിനസ് അനലിസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഡേറ്റാ സയൻസ് പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് മാനേജ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് ബിസിനസ് അനലിറ്റിക്സിൽ വരുന്നത്. ഈ ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ച് ഇൻഡെപ്ത് വീഡിയോസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനെ നേരത്തെ പ്രിപ്പയർ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യുക. കാരണം ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു പീപ്പിൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു മേഖലയായിരിക്കും. കാരണം ഒരു മിനിമം ടെക് സ്കില്ല് മതി. അറ്റ് ദ സെയിം ടൈം ഇതൊരു പീപ്പിൾ റിലേറ്റഡ് അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മേഖലയായിരിക്കും. ഇനി ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാനും
അവസരങ്ങളുള്ള ഒരു ഫീൽഡാണിത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കമ്പനീസും, അത് ഇന്ത്യയിലായിക്കോട്ടെ ഫോറിൻ എബ്രോഡ് ഉള്ള ഏത് കൺട്രീസിലും ഇതിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഓൺലി തിങ് യു ഷുഡ് മേക്ക് ഷുവർ ഈസ് ചൂസ് ദ റൈറ്റ് കൺട്രി, റൈറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് റൈറ്റ് പ്രോഗ്രാം. അറ്റ് ദ സെയിം ടൈം സ്കിൽസും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു കരിയറിൽ എത്താൻ വേണ്ടി പറ്റും. അവിടുന്ന് ഇതിനൊരു ഹയർ ഇൻകം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ല. എന്തായാലും ഓവർ $2 lakh പെർ ഇയർ സാലറി ഈസിലി പോസിബിൾ ആണ്. ആൻഡ് ദ ഫൈനൽ കരിയർ സെഗ്മെൻറ്റ് ഈസ് സ്പേസ് ടെക്നോളജി ആൻഡ് എയറോസ്പേസ്. സോ ഓൾറെഡി തന്നെ ഈ സ്പേസിലേക്കും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാ കൺട്രീസും ഹ്യൂജ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്പേസ് എക്സ് പോലുള്ള കമ്പനീസ് തന്നെ അവരുടെ ഗോൾ തന്നെ മാർസ് കോളനൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിനൊക്കെ തന്നെ മില്യൺസ് ആണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈവറ്റ് സെക്ടറിലെ മാത്രം എക്കണോമി ഏകദേശം 1 trillion ആണ് 2040 ആകുമ്പോഴത്തേക്ക് ആകുമെന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കൺട്രീസും അവരുടെ സ്പേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്പേസിൽ തന്നെയാണ് ഈ ഡ്രോണുകളും അതുപോലെ തന്നെ റഡാർ സിസ്റ്റവും ഒക്കെ അവർ ഡെവലപ്പ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിനുള്ള കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യുന്നതും. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റും എയറോസ്പേസ്, കൺവെൻഷനലി എയറോസ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എയറോപ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഇത് മാത്രമായിരിക്കും. ഇനി അത് മാത്രമല്ല, സ്പേസിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൂടെ ഈ ഒരു സെഗ്മെൻറ്റിനോട് ചേർത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടതുണ്ട്. സോ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ എത്രത്തോളം ഗ്രോത്ത് റേറ്റ് വന്നോ അതിൻ്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു ഈവൻ 25 ഇരട്ടി വരെയൊക്കെ ഗ്രോത്ത് റേറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ സ്പേസ് എക്സ് അല്ലെങ്കിൽ അതുപോലുള്ള സാറ്റലൈറ്റ് റിലേറ്റഡ് എയറോസ്പേസ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതും ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുത്തവർക്ക് അത്ര കണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. കുറച്ചധികം പേര് ഫീൽഡ് മാറി വേറെ ഫീൽഡിലേക്ക് വരെ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നോട്ട് എവരി വൺ, ബട്ട് ഇനിയുള്ളൊരു വേൾഡിൽ പ്രൊവൈഡഡ് റൈറ്റ് യൂണിവേഴ്സിറ്റി, റൈറ്റ് കൺട്രി, നല്ല പ്രോഗ്രാം വിത്ത് അപ്സ്കില്ലിംഗ് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ വരത്തില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ സൂപ്പർ ഓപ്ഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ യൂസ്ഫുൾ സ്റ്റഡി അബ്രോഡ് കണ്ടന്റ് ലൈക്ക് ദിസ്. വിദേശത്ത് ഹയർ എഡ്യൂക്കേഷൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നല്ല കരിയറിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രം, ഇൻ കേസ് നമ്മളെ കണക്ട് ചെയ്യണം, നമ്മുടെ കൗൺസിലിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ റെഫർ ദാറ്റ്. ഇനി ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ അതുപോലെ മറ്റെന്തെങ്കിലും കൺട്രീസിനെ കുറിച്ചോ കോഴ്സസിനെ കുറിച്ചോ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള സജഷൻസും യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ്. സീ യു ഇൻ അനദർ വീഡിയോ.